നമസ്കാരം കേട്ടോ, ജയനാണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഗൂർഖ കാണാം. ഗൂർഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഓഫ് റോഡറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ എക്സ്റ്റേണൽ ലുക്കും ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഒരു ആനച്ചന്തം എന്ന് പറയും കേട്ടോ. ആനച്ചന്തം ഞാൻ ശരിക്കും 3 ഡോർ കണ്ടിരുന്നു, പക്ഷേ പഴയ വേരിയൻറ്റ്. ഇപ്പോൾ പുതിയ 5 ഡോർ വന്നതിന് ശേഷം പുതിയ മോഡലിൽ വന്ന ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ വർഷം വന്ന 3 ഡോർ ആണെങ്കിലും ഞാൻ കണ്ടിരുന്നില്ല. ഇപ്പോൾ 5 ഡോർ ലോഞ്ചായിട്ട് ഇപ്പോൾ അതിൻ്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വിലയൊക്കെ ഒന്ന് അന്വേഷിക്കാം, വണ്ടി ഒന്ന് കാണാം, നിങ്ങളെ കാണാത്തവരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തുനിന്ന് നമ്മൾ ഇറങ്ങിയ കേട്ടോ. ഫ്രണ്ടിലേക്ക് തന്നെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് DRL കാണാൻ പറ്റും. നമ്മളിതിൻ്റെ ലോഞ്ച് ടൈമിൽ ലോഞ്ച് വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അത് കാണിച്ചിരുന്ന DRL, അതുപോലെ തന്നെ താഴേക്ക് വരുന്ന ഫോഗ് ലാമ്പ് പ്ലേസ് ചെയ്തിരിക്കുന്ന നല്ല ഡിസൈൻസും ബമ്പറിൻ്റെയൊക്കെ ഡിസൈൻ പക്ക ഒരു റിജിഡ് ലുക്കാണ് കേട്ടോ. അല്ലാണ്ട് ഒരു സോഫ്റ്റ് ലുക്ക് ഈ സാധനം തന്നെ കണ്ടാലേ നമുക്ക് തോന്നുള്ളൂ. ഈ സാധനം ഷോറൂമിൽ കിടക്കണം കണ്ടപ്പോഴത്തേക്കും ഞാൻ ബാക്കി കൂടെ നടന്നു വന്നിട്ട് ഞാനിപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത്. തൃശ്ശൂരിൽ നിന്ന് ഷോറൂമിൽ നിന്നാണ് കേട്ടോ വണ്ടി കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ നോക്കുന്നത് ഭയങ്കര ഹെവി ലുക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാർഡ് കോർ ഓഫ് റോഡിന് പറ്റിയ സാധനം. ഓഫ് റോഡറാണ് തന്നെ. ഷോറൂമിലാണെങ്കിലും പറയുന്നതാണ് ഇത് ഓഫ് റോഡറാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. എനിക്ക് പക്ഷേ താറിൻ്റെ ആ ഒരു ലുക്കൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. എന്നിരുന്നാൽ തന്നെ ഇവൻ്റെ ഒരു ഹാർഡ് ലുക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ താറ് ഇതുമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറ് ശരിക്കും പറഞ്ഞൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ഇൻറ്റീരിയറും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഡിസൈനുകളും ഭയങ്കര അഴകോടുകൂടിയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഒറ്റ പരിപാടിയാണ്, പക്ക ഓഫ് റോഡർ. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സ്നോർക്കലൊക്കെ കമ്പനി ബിൽറ്റായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് MED ചേട്ടന്മാരൊന്നും പേടിക്കേണ്ട, ഇത് പിടിപ്പിച്ചുകൊണ്ടൊക്കെ പോകാം. അതുപോലെ ഈ ബ്രാഞ്ച് കട്ടറിന് പിടിപ്പിക്കുന്നതിന് പകരം എന്താ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഈ ഒബ്സ്ട്രക്ഷൻസ് കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ഗ്രില്ല് പോലെ ഒരു സാധനമൊക്കെ ഫ്രണ്ട് ഗ്ലാസ്സിലുണ്ട്. ഈ പറഞ്ഞ സ്നോർക്കൽ ഇൻബിൽറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് പുറത്ത് കൊണ്ട് ആക്സസറി ഫിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ആ സൈഡിലോട്ട് വരുന്ന ആ ഒരു 3 സ്ലോട്ടിൻ്റെ ഒരു ഡിസൈനും അതൊക്കെ ഒരു പക്ക ലുക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ നമുക്ക് ഈ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം തന്നെ ഒരു പക്ക ഒരു ഓഫ് റോഡറാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ആ ബോണറ്റിൽ വരുന്ന ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് ആണെങ്കിലും അത് അതിൻ്റെ ഒരു സിഗ്നേച്ചർ പരിപാടിയാണെന്ന് തന്നെ പറയാം. അതുപോലെ അലോയ് വീൽസ് വരുന്നതാണെങ്കിലും അലോയ് വീൽസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഡിസൈൻ, ഭയങ്കര ഡിസൈൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ പക്ക ഓഫ് റോഡിങ്ങിന് പറ്റിയ നമുക്ക് ടയർ സൈസ് നോക്കാം 265, 18 ഇഞ്ച് വീലുകളാണ് കേട്ടോ വരുന്നത്. വണ്ടിക്ക് നമുക്ക് താറിന് റോക്സ് അല്ലെങ്കിൽ താറിനൊക്കെ വരുന്ന പോലെ കുറേ വേരിയൻറ്റുകൾ, ലോക്ക് വേരിയൻറ്റ്, ഹൈ വേരിയൻറ്റ്, റെയർ വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ്, ഇങ്ങനെ ഒരു ഓപ്ഷൻസ് ഒരു പരിപാടിയില്ല. ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, നേരെ എടുത്ത് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റിയ സാധനം മാത്രം. ഈ കിടക്കണ ഒരു വണ്ടി മാത്രമേ ഇതിന് ഓപ്ഷൻ ഉള്ളൂ കേട്ടോ. വില എന്ന് പറയുമ്പോഴത്തേക്കും വിലയാണല്ലോ എല്ലാവർക്കും കേൾക്കേണ്ടത്. 21,88,000 രൂപ ഓഫ് റോഡ് വില ഒരു സാധനത്തിന്. 5 ഡോർ എന്ന് പറഞ്ഞാൽ പക്ക ശരിക്കും നമുക്ക് 2-3 റോയും കറക്റ്റ് സീറ്റ്. അല്ല 3rd റോയിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്കറിയാമല്ലോ, ഇപ്പോൾ മറ്റു പല വണ്ടികളാണെങ്കിൽ തന്നെ 3rd റോയിലെ സീറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് 3rd റോ സീറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ക സാധനം പറയും. ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു താറ് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പയ്യെ നടക്കട്ടെ, എന്തെങ്കിലും നടക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു സീറ്റിംഗ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഫേസിങ് ആയിട്ടുള്ള ടൈപ്പ് സീറ്റ് വെക്കണം എന്നായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെ സീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ സൈഡിലെ ആ പ്രൊഫൈൽ ഒരു ലൈൻസും എല്ലാം ഭയങ്കര ഒരു റിജിഡ് ലുക്ക് തന്നെയാണ്. ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. ടെയിൽ ലാമ്പ് ഒരു വലിയ ഡിസൈൻ എന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല, എല്ലാം LED ലാമ്പുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ബമ്പറാണെങ്കിലും എല്ലാം ഒരു ബോക്സി ഷേപ്പാണ് വന്നിരിക്കുന്നത്. ബോക്സിൽ ചെറിയൊരു കർവി ഷേപ്പൊക്കെ ആഡ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനാണ്. ജീവാഗൻ്റെ ലൈൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമുക്ക് താറാണെങ്കിൽ നമ്മുടെ റാംഗ്ലറുമായിട്ടും ഈ പറയുന്ന ഫോഴ്സിൻ്റെ ഗൂർക്കയാണെങ്കിൽ ജീവാഗണുമായിട്ടൊക്കെ ഒരു ഡിസൈനിലൊക്കെ ഒരു എലമെൻറ്റ്സ് ഫീൽ ചെയ്യുന്ന സെയിം ഡിസൈനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ടോ ചെയ്യാനുള്ള ഹുക്ക് കാണാൻ പറ്റും. നമ്മുടെ മിലിറ്ററി ജീപ്പുകളിലും മിലിറ്ററി ജിപ്സിയിലൊക്കെ കാണുന്ന നല്ല ഹാർഡായിട്ടുള്ളൊരു സാധനം. ഇത് ഓഫ് റോഡിൽ ആവശ്യമുള്ളൊരു സാധനമാണ്. എക്സ്ട്രാ ആക്സസറി ആയിട്ട് കയറ്റേണ്ട കാര്യമില്ല. ഇത് ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. ഗൂർഖ കത്തിയോടുകൂടി ആ ഒരു ബാഡ്ജിങ്, ഗൂർഖ എന്നുള്ള ആ ഒരു ബാഡ്ജിങ്, ഗൂർഖ കത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 10-15 വർഷം മുമ്പ് ഞാൻ ഡാർജിലിംഗിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു ഗൂർഖ കത്തി എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അതേ ഷേപ്പിലാണ് അവരുടെ ആ ഒരു ബാഡ്ജിങ് കാണിക്കുന്നത്. പിന്നെ ആ ലാഡർ, മേളിലേക്ക് കയറാനുള്ള ലാഡർ വന്നിട്ടുണ്ട്. ഇതും കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ ഇത് എക്സ്ട്രാ ആക്സസറി ആയിട്ടൊന്നും കയറേണ്ട കാര്യമില്ല. ഇത് ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സസറീസ് പിടിപ്പിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞുകൊണ്ട് ആരും കുറ്റം പറയുകയോ ഫൈൻ അടിക്കുകയോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയില്ല. സാധനം മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. നമുക്ക് കമ്പനിയിൽ നിന്ന് മേടിക്കാം, ലൈസൻസോട് കൂടി പിടിക്കാം. ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബ്രേക്ക് ലൈറ്റ് കാണാൻ പറ്റും. ടെയിൽ എൻഡിൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ ബാക്കിൽ നമുക്ക് റെയർ വൈപ്പർ കാണാം. ഡീഫോഗർ ഇല്ല കേട്ടോ, അതൊരു കുറവായിട്ട് തോന്നി. മഴക്കാലത്തൊക്കെ ഉപയോഗിക്കുകയാണ് ഡീഫോഗർ എന്തായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ നമുക്ക് അവിടെ റെയർ വൈപ്പറും റെയർ വാഷറൊക്കെ വരുന്നു. ഹാൻഡിൽ ബാക്കിലുള്ള നമുക്ക് റെയറിലേക്ക് തുറക്കാണ്ട്. ഇച്ചിരി ഹാർഡാണ് സാധനം, മൊത്തത്തിൽ ഇച്ചിരി ഹാർഡാണ് കേട്ടോ. എനിക്ക് ഒരു പിടിക്കാത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ സോഫ്റ്റായിട്ട് അവർ ഉണ്ടാക്കാത്തതന്നെയാണ്. വേണമെങ്കിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഈ പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടോ, ഇൻറ്റീരിയറിലേക്ക് വരുന്നൊരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയിലാണ് വരുന്നത്. അതായത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു റഫായിട്ടുള്ള ടൈപ്പുള്ള
ആ ഒരു ഹാൻഡിലിൻ്റെ ആ ലോക്ക് ഇതിനാണ് കണ്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു റഫ് ലുക്കിലാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് ഇത് വെക്കാനുള്ള ജാക്കിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, നമ്മുടെ അഴിക്കാനുള്ള പരിപാടികൾ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആ സീറ്റിംഗ് കണ്ടോ, തേർഡ് റോയിൽ സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 സീറ്റ് വരുന്നത് ഫ്രണ്ട് ഫേസിംഗ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറയാം ബൊലീറോയുടെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്കോർപ്പിയോ പജീറോ ഒക്കെ ആണെങ്കിൽ സൈഡിലേക്കുള്ള പരിപാടികളാണ്. അങ്ങനെ ഇരിക്കുന്ന പാസഞ്ചേഴ്സിന് ചിലപ്പം ഈ ഇയർ ബാലൻസ് പോലെ എനിക്ക് പ്രശ്നമുണ്ട് കേട്ടോ, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ ചെരിഞ്ഞൊക്കെ ഇരുന്ന് ലൈക്ക് ഓമ്നിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. നമ്മൾ തിരിഞ്ഞിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ബസ്സിലാണെങ്കിൽ പോലും എനിക്ക് പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ അവിടെ 10.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നു. അതുപോലെ തന്നെ കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്. എ സി ഒക്കെ എന്ന് പറഞ്ഞാൽ ഹെവി എ സി ആണ് കേട്ടോ, എ സി വെൻറ്റുകൾ വരുന്നു. അതുപോലെ നമ്മൾ ബാക്കിൽ നിന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടി. അപ്പോൾ നമ്മളിത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവർ കയറിയത്. എനിക്കും സമയം ഉണ്ടായിരുന്നില്ല, അവർക്കും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് കിട്ടിയില്ല. അപ്പോൾ അവരോടൊപ്പം കയറിയിരുന്ന് ഞാൻ എടുത്ത വീഡിയോ ആണിത്. വരുന്ന ടച്ച് സ്ക്രീൻ വരുന്നു. അതുപോലെ തന്നെ ബാക്കി എ സിയുടെ കൺട്രോളുകൾ, ലൈറ്റിൻ്റെ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെൻറ്ററിൽ വരുന്നു. സ്റ്റിയറിംഗ് വീലാണെങ്കിലും പറഞ്ഞല്ലോ ഓഫ് റോഡർ സാധനമാണ്. കമ്പനി തന്നെ അവർ പറയുന്നത് ഇത് ഓഫ് റോഡർ സാധനമാണെന്ന് പറയുന്നത്. സെൻട്രൽ കൺസോളിൻ്റെ സെൻട്രൽ ടണലിൻ്റെ മേലേക്ക് നോക്കിയാൽ സെൻട്രൽ കൺസോൾസ് നമ്മൾ ഗിയർ ലിവർ വരുന്നു. അതുപോലെ തന്നെ ഒരു ചെറിയ വലിയ ഡെപ്തുള്ള ഒരു സ്റ്റോറേജ് ഒന്നുമില്ല. അതിന് ചുറ്റും ഒരു ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റോറേജിനും. അതുപോലെ തന്നെ ഗിയർ നോബിൻ്റെ ചുറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് 4 വീൽ 2 വീൽ ഡ്രൈവിൻ്റെ സെലക്ഷൻ മോഡ് കൊടുക്കാൻ പറ്റും. അവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നു, ഹാൻഡ് ബ്രേക്ക് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡോറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും വലിയൊരു സ്റ്റോറേജ് പരിപാടികളൊന്നുമില്ല. ചെറിയ പേപ്പർ ഡോക്യുമെൻറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ വയ്ക്കാം. ഹാൻഡിലാണെങ്കിലും വലിയ ഡിസൈനും 3-4 കളറുകളോ ട്രൈ കളർ ട്രിപ്പിൾ കളർ പരിപാടികളോ ഒന്നുമില്ല. ഒറ്റ കളറാണ് ഡാർക്ക്. അതുപോലെ സ്റ്റോറേജിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണെങ്കിലും വലിയ സ്റ്റോറേജ് കപ്പാസിറ്റി ഒന്നും വരുന്നില്ല. സീറ്റിൻ്റെ അടിയിൽ ഗൂർഖ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തു. നല്ല റെഡ് കളറിൽ ബ്ലാക്കിൽ റെഡിൽ നല്ല എടുത്ത് നിൽക്കുന്ന ഒരു ബാഡ്ജിങ് തന്നെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് കാണാൻ പറ്റും. സീറ്റിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. സീറ്റിൽ ആ ഒരു ഡാർക്ക് ഗ്രേ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഗ്രേ ആർക്കാണ്, ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല. അതിന് മുകളിൽ റെഡ് കളേർഡ് സ്റ്റിച്ചിങ്ങിൽ വരുന്ന ഒരു ടൈപ്പ് സീറ്റാണ് വരുന്നത്. ആംബ്രസ്റ്റുകൾ വരുന്നുണ്ട് എന്തായാലും. അത് ഒരു നല്ല പരിപാടിയായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കാം. അതുപോലെ തന്നെ റെയർ എ സി വെൻറ്റുകൾ മുകളിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് താറിലിവിടെ ആ ഒരു പാനലിൽ സ്പീക്കറൊക്കെ വരുന്നത് പോലെ തന്നെ ഇത് റെയർ എ സി വെൻറ്റുകൾ ഹെവി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്കും 3 പേരുടെ സീറ്റിംഗ് വരുന്നത് ബെഞ്ച് സീറ്റാണ് വരുന്നത്. ഫ്രണ്ടിൽ 2 സീറ്റ് വരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ പോലെ തന്നെയാണ് ബാക്കിലത്തെ സീറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു ബെഞ്ച് സീറ്റ് എടുത്ത് മാറ്റിയിട്ട് 2 സീറ്റിനോട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഗൂർഖയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണേ.